ഹായ് വെൽക്കം. പാസീവ് വോയിസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു നമ്മൾ കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിൽ. അവസാനമായി സിമ്പിൾ പാസ്റ്റ് എങ്ങനെ പാസീവ് വോയിസിൽ പറയാമെന്നാണ് നമ്മൾ പഠിച്ചിരുന്നത്. എക്സാമ്പിൾ, ഹി വാസ് കിൽഡ്. അവനെ കൊന്നു എന്നല്ല, അവൻ കൊല്ലപ്പെട്ടു. മെനി ഇന്നസെൻറ്റ് പീപ്പിൾ വേർ കിൽഡ് ഇൻ വാർ. യുദ്ധത്തിൽ ഒരുപാട് നിഷ്കളങ്കരായ മനുഷ്യർ കൊല്ലപ്പെട്ടു എന്നൊക്കെ നമ്മൾ എക്സാംപ്ലിഫൈ ചെയ്തു. രാവണ വാസ് ഹെൽപ്ഡ്. രാവണൻ സഹായിക്കപ്പെട്ടു. രാമ ഹെൽപ്ഡ് രാവണ എന്നതിനെ നമ്മൾ രാവണ വാസ് ഹെൽപ്ഡ് ബൈ രാമ എന്നാക്കി. ഓക്കെ, അപ്പോൾ അതാണ് സിമ്പിൾ പാസ്റ്റ്. കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്ട്രക്ചറാണത്. ഇന്ന് നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസിൽ എങ്ങനെയാണ് പാസീവ് വോയിസ് ഉണ്ടാവുന്നതെന്ന് നോക്കാം. പാസ്റ്റ് കണ്ടിന്യൂസ് മീൻസ് സബ്ജക്റ്റ് പ്ലസ് വോസ് ഓർ വെയർ ആണല്ലോ പാസ്റ്റ് കണ്ടിന്യൂസിൽ ആക്റ്റീവ് വോയിസിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ അത് പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, സിമ്പിളാണ്. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. നോർമലി ഏത് ടെൻസ് ആണെങ്കിലും പാസീവ് വോയിസിൽ നമ്മൾ ആദ്യം കൊണ്ടുവരുന്നത് ഒബ്ജക്റ്റിനെയാണ്, അല്ലേ? ഒബ്ജക്റ്റ് ആരായിരിക്കും? രാമ ഹെൽപ്ഡ് രാവണ എന്ന് പറയുമ്പോൾ രാവണനായിരിക്കും ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിനെ നമുക്ക് കൊണ്ടുവരാം. ഒബ്ജക്റ്റ് പ്ലസ് ദെൻ ഓക്സിലറി ഉണ്ടാവും. പാസീവ് വോയിസിൽ എല്ലാ സമയത്തും ഓക്സിലറി വരും. അതേതാണോ ടെൻസ് നോക്കിയിട്ട് അതിനനുസരിച്ചാണ് നമ്മൾ ഓക്സിലറി ചേർക്കുന്നത്. സോ ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വോസ് ഓർ വേർ. ഒബ്ജക്റ്റ് പ്ലസ് വോസ് ഓർ വേർ പ്ലസ് പാസീവ് വോയിസ് ആയതുകൊണ്ട് നമ്മൾ സിമ്പിൾ പാസ്റ്റിൻ്റെ പാസീവ് വോയിസിലേക്ക് ബീയിങ് ചേർക്കുന്നു. സിമ്പിൾ പ്രസൻറ്റിൽ നമ്മൾ ബീയിങ് ചേർത്തിരുന്നു. അതുപോലെ സിമ്പിൾ പാസ്റ്റിൻ്റെയും ഓക്സിലറിയുടെ കൂടെ ബീയിങ് ചേർക്കുന്നു. സോ അത് നമ്മൾ കണ്ടിന്യൂവേഷനെ അതല്ലെങ്കിൽ കണ്ടിന്യൂസ് ടെൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒബ്ജക്റ്റ് പ്ലസ് വോസ് ഓർ വേർ പ്ലസ് ബീയിങ് പ്ലസ് എല്ലാ പാസീവ് വോയിസിലും വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് വരുന്നത്. ഇവിടെയും അങ്ങനെ തന്നെ. സോ ഒബ്ജക്റ്റ് പ്ലസ് വോസ് ഓർ വേർ പ്ലസ് ബീയിങ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് വേർബ്. സോ രാമ ഹെൽപ്ഡ് രാവണ എന്നിടത്ത് എന്തായിരിക്കും? രാവണ വോസ് ബീയിങ് ഹെൽപ്ഡ് ബൈ രാമ. അത് പറയണമെന്നില്ല. രാവണ വോസ് ബീയിങ് ഹെൽപ്ഡ്. നീതു വാസ് ഗിവിങ് ഹിം എ ഗിഫ്റ്റ്. നീതു വാസ് ഗിവിങ് ഹിം എ ഗിഫ്റ്റ്. നീതു അവനൊരു ഗിഫ്റ്റ് നൽകുകയായിരുന്നു എന്നാണ് ആക്റ്റീവ് വോയിസ്. പാസീവിലേക്ക് മാറുമ്പോൾ എങ്ങനെയായിരിക്കും? ഹിം എന്നാണ്, അല്ലേ? ആർക്കാണ് കൊടുത്തത്? ഹിം. അപ്പോൾ അവൻ, ഹി വാസ് ബീയിങ് ഗിവൺ എ ഗിഫ്റ്റ്. ഹി വാസ് ബീയിങ് ഗിവൺ എ ഗിഫ്റ്റ്. അദ്ദേഹത്തിന് ഒരു സമ്മാനം നൽകപ്പെട്ടു, അതല്ലെങ്കിൽ അവന് ഒരു സമ്മാനം നൽകപ്പെട്ടു. ബൈ നീതു വേണമെങ്കിൽ ചേർക്കാം. ബൈ നീതു. സോ ഹി വാസ് ബീയിങ് ഗിവൺ എ ഗിഫ്റ്റ്. ഓക്കെ, അനദർ എക്സാമ്പിൾ. ദേ വേർ പ്ലേയിങ് ഫുട്ബോൾ. അവർ ഫുട്ബോൾ കളിക്കുകയായിരുന്നു, അല്ലെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയാം. ദേ വേർ പ്ലേയിങ് ഫുട്ബോൾ. അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെ മാറ്റണം? ഒബ്ജക്റ്റ് ഏതാണ് അവിടെ? പ്ലേയിങ് ഫുട്ബോളാണ് ഒബ്ജക്റ്റ്. സോ ഫുട്ബോൾ ഒന്നല്ലേ ഉള്ളൂ, അതുകൊണ്ട് വാസ്. ഫുട്ബോൾ വാസ് ബീയിങ് പ്ലേഡ്. ഫുട്ബോൾ വാസ് ബീയിങ് പ്ലേഡ് ബൈ ദം. ഓക്കെ, കുറച്ച് ഉദാഹരണങ്ങൾ കൂടെ പറഞ്ഞു നോക്കാം. നമ്മൾ നേരത്തെ ലോറ ഒരു സ്കൂളിൽ മാത്സ് എടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു, അല്ലേ? ലോറ വാസ് ടീച്ചിങ് മാത്സ് അറ്റ് ഹൈസ്കൂൾ. ലോറ വാസ് ടീച്ചിങ് മാത്സ് അറ്റ് ഹൈസ്കൂൾ. എങ്ങനെ ചേഞ്ച് ചെയ്യും? മാത്സ് ഏതാണ് ഒബ്ജക്റ്റ്? മാത്സ്. ലോറ ടീച്ച് ചെയ്യുന്നത് എന്താണ്? മാത്സ് ആണ്. അതാണല്ലോ ഒബ്ജക്റ്റ്. മാത്സ് വാസ് ബീയിങ് ടോട്ട്. മാത്സ് വാസ് ബീയിങ് ടോട്ട്. ടീച്ച് എന്നതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. മാത്സ് വാസ് ബീയിങ് ടോട്ട് ബൈ ലോറ അറ്റ് ഹൈസ്കൂൾ. ഓക്കെ. They were attacking innocent people. They were attacking innocent people.
they were attacking. Object എന്താണ്? Innocent people. Innocent people. Then how to change the voice? Innocent people were being attacked by them. Innocent people എന്നതാണ് ഒബ്ജക്റ്റ്. അപ്പോൾ ഇന്നസെൻറ്റ് പീപ്പിളിലേക്ക് നമ്മൾ വേർ ചേർക്കുന്നു. പ്ലൂറലാണല്ലോ അത്. ഇന്നസെൻറ്റ് പീപ്പിൾ എന്ന് പറയുന്നത് നിഷ്കളങ്കരായ ആളുകൾ, ഒരാളെക്കുറിച്ചല്ല, ആളുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. സോ ഇന്നസെൻറ്റ് പീപ്പിൾ വേർ ബീയിങ് അറ്റാക്ഡ് ബൈ ദം. ഓക്കെ, മനസ്സിലായി കാണുമല്ലോ. കുറച്ച് കൂടുതൽ ഉദാഹരണങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലോ മറ്റോ എഴുതി നോക്കുക. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇതിലെന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പാസീവ് വോയിസിൻ്റെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള, നേരത്തെ ക്ലാസ് എടുത്തിട്ടുള്ള മറ്റു വീഡിയോകൾ കാണാൻ ശ്രമിക്കുക. താങ്ക് യു. ബൈ, ടേക്ക് കെയർ.